വിഷ്ണു, ഇറങ്ങാറായില്ലേടാ? അമ്മ അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഞാൻ ദാ ഇറങ്ങി അമ്മേ, അവൻ ചിരിയോടെ പറഞ്ഞു തിരിഞ്ഞു. യശോദേ, അച്ഛൻ്റെ ശബ്ദം പുറത്തുനിന്ന് കേട്ടതും അമ്മ പുറത്തേക്ക് പോയി. ഡാ അളിയ, നിന്റെ എൻഗേജ്മെൻ്റ് ആണെന്ന്, എന്നിട്ട് നീ ഈ സമയം വരെ ആ പാടത്തും തൊടിയിലും. എന്തുവാടാ ഇത്? അരവിന്ദ് ചോദിച്ചു. നിനക്കറിയാലോ, എൻ്റെ 2 കണ്ണുകളാണ് കൃഷിയും അതുപോലെ ദേ മുറ്റത്തൂടെ നടക്കുന്ന എൻ്റെ പാറമോളും, വിഷ്ണു പറഞ്ഞു. അതറിയാം, എന്നാലും ഇന്നൊരു നല്ല കാര്യത്തിന് പോകുമ്പോഴെങ്കിലും നേരത്തെ ഇറങ്ങിക്കൂടെ നിനക്ക്? അല്ലെങ്കിൽ അതൊക്കെ ആരെയെങ്കിലും ഏൽപ്പിച്ചൂടെ? അരവിന്ദ് പറഞ്ഞു. അതിന് വിഷ്ണുവിൻ്റെ തറപ്പിച്ചൊരു നോട്ടമായിരുന്നു മറുപടി. എൻ്റെ പൊന്നോ വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ല. വാദ്യാർ വന്നാട്ടെ, അവിടെ എല്ലാവരും ഇറങ്ങി, അരവിന്ദ് തൊഴുതുകൊണ്ട് പറഞ്ഞു. വിഷ്ണു പിന്നെ ഒന്നുകൂടെ കണ്ണാടിയിൽ നോക്കി ഇറങ്ങി. ഹലോ മണവാളച്ചക്കൻ, താഴേക്ക് ഇറങ്ങി വന്നതും അവൻ്റെ കാതിലേക്ക് അവളുടെ സ്വരം വന്നു പതിച്ചു. വിഷ്ണുവും അരവിന്ദും ഒരുമിച്ച് അവളെ നോക്കി. ആ, വന്നല്ലോ നിന്റെ പഴയ കാമുകി, വിഷ്ണുവിന് കേൾക്കാൻ പാകത്തിന് അരവിന്ദ് പറഞ്ഞു. ഒരു ഒറ്റ ചവിട്ട് തന്നാലുണ്ടല്ലോ, എനിക്കൊരു ഇഷ്ടം തോന്നി, അതാ പൊട്ടിക്ക് അറിയത്തുകൂടിയില്ല. നീ ആയിട്ട് പറഞ്ഞുള്ള ഫ്രണ്ട്ഷിപ്പ് കളയല്ലേ, വിഷ്ണു അരവിന്ദനെ തുറച്ചു നോക്കി പറഞ്ഞു. പിന്നെ രണ്ടും കൂടെ ഒരുമിച്ചിറങ്ങി. അല്ല, പുറത്തുനിന്ന് ആരുമില്ല, ബന്ധുക്കളെ ഉള്ളൂന്ന് പറഞ്ഞിട്ടിപ്പോ, ഒരമ്മായി അരവിന്ദനെയും അവളെയും നോക്കി പറഞ്ഞു. അമ്മായി, എനിക്ക് ബന്ധുക്കളെക്കാൾ ഒരുപടി സ്നേഹക്കൂടുതൽ ഇവരോടാ. എനിക്കെന്നും പ്രിയപ്പെട്ടവർ, അവരെ ബന്ധങ്ങളുടെ വില പറഞ്ഞ് വല്ലപ്പോഴും എത്തിനോക്കുന്ന രക്തബന്ധത്തിൽ കൂട്ടല്ലേ. വിഷ്ണുവിൻ്റെ മറുപടി കേട്ടതും അമ്മായി മുഖം തിരിച്ചു കാറിലേക്ക് കയറി. വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നും അരമണിക്കൂർ യാത്രയുള്ളൂ ആലുവിൻ്റെ വീട്ടിലേക്ക്. പിന്നെ നാട്ടിൻ പ്രദേശമായതുകൊണ്ട് ട്രാഫിക് ഒന്നുമില്ല. പോരാത്തതിന് മുഹൂർത്തത്തിന് സമയം ഇനിയുമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് വിഷ്ണു പതിയെ ഇറങ്ങിയത്. വിഷ്ണുവിന് എല്ലാ കാര്യത്തിലും ഒരു ധാരണയും ചിട്ടയുമുണ്ട്. പയ്യനെയും വീട്ടുകാരെയും സ്വീകരിക്കാൻ അല്ലുവും കണ്ണനും മുന്നിൽ തന്നെയുണ്ട്. അവർക്കിടയിലെ പ്രശ്നങ്ങൾ സ്വയം ഉള്ളിലൊതുങ്ങി പെങ്ങളുടെ കാര്യത്തിന് രണ്ടുപേരും ഒരുപോലെ നിൽപ്പുണ്ട്. വിഷ്ണുവും വീട്ടുകാരും എത്തിയതും നന്ദുവും താഴേക്ക് വന്നു. ബന്ധുക്കൾ ഓരോരുത്തരും അവളെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ അത് കേൾക്കാത്ത പോലെ നിന്നു. എല്ലാവരും അകത്തേക്ക് കയറി വലിയ ഹാളിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. അപ്പോഴാണ് വിഷ്ണു നന്ദുവിനെ കണ്ടത്. അവളെ കണ്ടതും വിഷ്ണുവിൻ്റെ കണ്ണിൽ പല ഭാവങ്ങളും തെളിഞ്ഞു. നന്ദു, വിഷ്ണു അവളെ വിളിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് മറ്റൊരാൾ അവളെ വിളിച്ചു. കുറച്ചു നാളിനു ശേഷം തനിക്ക് പരിചിതമായ ശബ്ദം കേട്ട് നന്ദു തിരിഞ്ഞു നോക്കി. നന്ദുവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ടോ അത്ഭുതം കൊണ്ടോ വിടർന്നു. മാധു. നന്ദു അവളുടെ അടുത്തേക്ക് പോയി. മാധു ഒരു നിമിഷം അവളെ നോക്കിയിട്ട് കെട്ടിപ്പിടിച്ചു. അടുത്ത് വിഷ്ണു പോയി നന്ദുവിനെ ചേർത്ത് പിടിച്ചു. അരവിന്ദും അവളെ ചിരിയോടെ ചേർത്ത് പിടിച്ചു. 3 പേരുടെയും ഈ നിൽപ്പ് ബന്ധുക്കളെല്ലാം പരസ്പരം നോക്കി. ഇതുവരെ നന്ദുവിൻ്റെ മുഖത്ത് കാണാത്ത ഒരു ഭംഗി ആസ്വദിക്കുകയായിരുന്നു അല്ലു അപ്പോൾ. പെട്ടെന്നാണ് അവൻ്റെ ശ്രദ്ധ അവളെ ചേർത്ത് പിടിച്ച വിഷ്ണുവിലേക്കും അരവിന്ദിലേക്കും നീണ്ടത്. ഇവളെ അറിയോ നിങ്ങൾക്ക്? അവരെ നോക്കി വസുന്ധര ചോദിച്ചു. അറിയാം, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. നന്ദു, മാധു, വിഷ്ണു, അരവിന്ദ്, സായി. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഓരോ വഴിക്ക് പിരിഞ്ഞു. ഒരുപാട് നാളിനു ശേഷമാണ് ഇവളെ ഇങ്ങനെ കാണുന്നത്, വിഷ്ണു ചിരിയോടെ പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ആലുവിൻ്റെ മുഖം വീർത്തു. കണ്ണനാണെങ്കിൽ മാധുവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നേയില്ല. ചടങ്ങുകൾ തുടങ്ങേണ്ടേ, സമയം പോകുന്നു, പെട്ടെന്ന് അവിടെ നിന്ന് ഏതോ ഒരു അമ്മാവൻ വിളിച്ചു പറഞ്ഞു. പിന്നെ 2 പേരും അവർക്കൊരുക്കിയ ഇരിപ്പിടത്തിലിരുന്നു. ആലുവിൻ്റെ മുഖം എന്തുകൊണ്ടോ തെളിഞ്ഞില്ല. എന്നാൽ വിഷ്ണുവിൻ്റെ മുഖത്ത് നല്ല സന്തോഷം തന്നെയായിരുന്നു. ആലുവിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടാണോ ഈ സന്തോഷമെന്ന് കണ്ടു തന്നെ അറിയാം. മോതിരമാറൽ ചടങ്ങു കഴിഞ്ഞപ്പോൾ തന്നെ വിഷ്ണുവിൻ്റെ അമ്മ ആലുവിൻ്റെ കയ്യിലേക്ക് ഒരു വള കൂടെ ഇട്ടു. ഇതിനിടയിലൊക്കെ മാധുവും കണ്ണനും കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞപ്പോൾ അല്ലുവിൻ്റെ കണ്ണുകൾ നന്ദുവിൽ മാത്രം തങ്ങി നിന്നു. ഫോട്ടോ എടുക്കുന്ന സമയം ആരുടെയും നിർബന്ധമില്ലാതെ തന്നെ അല്ലു നന്ദുവിനെ ചേർത്ത് പിടിച്ചു നിന്നു. എന്തുകൊണ്ടോ അവൻ്റെ ആ പെട്ടെന്നുള്ള പെരുമാറ്റം നന്ദുവിന് ഉൾക്കൊള്ളാനായില്ല. അവൻ്റെ കൈ തൻ്റെ ശരീരത്തിൽ നിന്നെടുത്തു മാറ്റാൻ നന്ദു ശ്രമിച്ചു. അടങ്ങി നിൽക്കടി, നിന്നോടുള്ള സ്നേഹം മൂത്തല്ല. എൻ്റെ പെങ്ങൾ കയറി ചെല്ലേണ്ട വീട്ടുകാരുടെ മുന്നിൽ ഒരു സീൻ ഉണ്ടാകേണ്ടെന്ന് കരുതിയാണ്, അല്ലു നന്ദുവിന് കേൾക്കാൻ പാകത്തിനു പറഞ്ഞു. അവളെ കൂടുതൽ ചേർത്തു പിടിച്ചു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ, സദാശിവൻ ചോദിച്ചു. ആ, ഇനിയിപ്പോൾ കല്യാണത്തിന് അധിക സമയമില്ലല്ലോ, ഒരു 3 മാസം കൂടെ അല്ലേ, ഏതോ ഒരു കാർന്നോർ വിളിച്ചു പറഞ്ഞു. അതെ, ഞങ്ങളെക്കാൾ സമയം വേണ്ടത് പെൺവീട്ടുകാർക്കാണല്ലോ, സദാശിവൻ പറഞ്ഞു. അത് ശരിയാണ്, പക്ഷേ ഇവിടെ ഇപ്പോൾ നാളെ കല്യാണം നടത്താൻ പറഞ്ഞാലും അതിനുള്ളതൊക്കെ വൃന്ദാവനം തറവാട്ടിലുണ്ടേ. അല്ല, വന്നപ്പോൾ തൊട്ട് ചോദിക്കണമെന്ന് കരുതുന്നു. ഈ കൊച്ചേതാ? യശോദയുടെ കയ്യിലിരിക്കുന്ന കുറുമ്പി പെണ്ണിനെ നോക്കി കാർന്നോർ ചോദിച്ചു. ഇതെൻ്റെ മോളുടെ കുഞ്ഞാ, അവളും ഭർത്താവും ഒരു ആക്സിഡന്റിൽ മരിച്ചു. മോള് ഞങ്ങൾക്കൊപ്പമാണ്, സദാശിവൻ പറഞ്ഞു. എല്ലാവരുടെയും മുഖം ഇരുണ്ടു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, വിഷ്ണു എണീറ്റ് നിന്ന് ചോദിച്ചു. ശരി മോനെ, രാമചന്ദ്രൻ ചിരിയോടെ പറഞ്ഞു. എല്ലാവരും യാത്ര പറഞ്ഞു ഇറങ്ങി. കണ്ണൻ കണ്ണുകൾ കൊണ്ട് മാധുവിനോട് യാത്ര പറഞ്ഞു.
എല്ലാവരും പോയി കഴിഞ്ഞതും നന്ദു മുറിയിലേക്ക് പോയി. പിന്നാലെ തന്നെ അല്ലുവും കയറിപ്പോയി. അത് കണ്ട് വസുവിന്റെയും ആലുവിന്റെയും മുഖം കടുത്തു. അമ്മ എൻ്റെ കൂടെ വന്നേ, അതും പറഞ്ഞ് ആലു വസുവിനെ പിടിച്ച് മുറിയിലേക്ക് പോയി. എന്താ ആലു? വസു അവളെ നോക്കി ചോദിച്ചു. ഏട്ടൻ ആ തടിച്ചിക്ക് പിന്നാലെ പോയത് കണ്ടില്ലേ അമ്മ? അവൾ ഏട്ടനെ മയക്കിയെടുക്കാൻ നോക്കുക, ആലു രോഷത്തോടെ പറഞ്ഞു. ഞാൻ കണ്ടു മോളെ. അവർ ഒരു മുറിയിലായതു മുതൽ അവന്റെ മനസ്സിൽ എന്തോ ഒരു ചാഞ്ചാട്ടമുണ്ട്. പെണ്ണ് ഒരുമ്പെട്ടാലെന്ന് കേട്ടിട്ടില്ലേ? അവന്റെ മനസ്സിളക്കാൻ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിൽ അല്ലു വീണു പോവുകയും ചെയ്യും, വസു പറഞ്ഞു. അമ്മ ഉദ്ദേശിച്ചത് അവർക്കിടയിൽ ഭാര്യ ഭർത്താവ് ബന്ധം വളർന്നു എന്നാണോ? ആലു സംശയത്തോടെ ചോദിച്ചു. അതെ, വസു പറഞ്ഞു. ഇല്ല അമ്മേ, എന്റെ ഏട്ടൻ ആ തടിച്ചിക്കൊപ്പം ഒരിക്കലും അങ്ങനെ ഒരു ബന്ധത്തിൽ നിൽക്കില്ല. ഇതവൾ മറ്റെന്തോ പറഞ്ഞ് ഏട്ടനെ വശത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആലു പറഞ്ഞു. എന്തായാലും നോക്കാം. ഈ വീടിനുള്ളിലും ഇതിനു പുറത്തും അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് അവൾക്കെതിരെ ഒന്നും ചെയ്യാനാകാത്ത സാഹചര്യമാണ്. പക്ഷേ എന്നും അവൾ ജയിക്കുമെന്നോ അവൾക്ക് ഈ സന്തോഷം എന്നും ഉണ്ടാകുമെന്നോ കരുതണ്ട. അവൾക്ക് ഈ ജന്മം മറക്കാനാകാത്ത വേദന നൽകാൻ കണക്കിനൊരു അവസരം വരും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കാം, വസു പറഞ്ഞു. വിഷ്ണുവേട്ടൻ അവളോടിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ കൊല്ലാനുള്ള കലിയാണ് വന്നത്. പെട്ടെന്ന് കഴിഞ്ഞോട്ടെ, അതോടെ ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഞാൻ അവസാനിപ്പിക്കും, അതും പറഞ്ഞ് ആലു പുറത്തേക്ക് പോയി. നന്ദു ഡ്രസ്സ് മാറാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഡോർ അടയുന്ന ശബ്ദം കേട്ടത്. അല്ലു ഡോറിൽ ചാരി കൈ പിറകിൽ കെട്ടി അവളെ നോക്കി ഒരു വല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്നു. നന്ദുവിന്റെ ഉടലാകെ വിറച്ചുപോയി. അവൾ അവനെ നോക്കി. അങ്ങനെ തന്നെ നിൽക്കുന്നത് കണ്ട് അവൾക്ക് ചെറിയ പേടി തോന്നി. എന്താ? അവൾ കുറച്ച് കടുപ്പിച്ചു ചോദിച്ചു. എന്ത്? അവനും അതേ ഭാവത്തിൽ ചോദിച്ചു. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് നന്ദു അവനെ നോക്കി വീണ്ടും ചോദിച്ചു. അപ്പോഴേക്കും അല്ലു ഒരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. ഇന്ന് നിന്നെ കാണാൻ വല്ലാത്ത ഭംഗിയുണ്ട്. സത്യം പറഞ്ഞാൽ ഇതുവരെ തോന്നാത്ത പല വികാരങ്ങളും നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അല്ലുവിന്റെ സംസാരം കേട്ട് നന്ദു ചെറിയ പേടിയോടെയും ഞെട്ടലോടെയും അവനെ നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് നന്ദു പുറകിലേക്ക് നീങ്ങി. ഞാൻ ഡ്രസ്സ് മാറട്ടെ? നന്ദു പെട്ടെന്ന് വിയർക്കാനും വിറയ്ക്കാനും ഒക്കെ തുടങ്ങി. അവൾ അവനെ മറികടന്നു പോകാൻ തുടങ്ങിയതും അല്ലു അവളുടെ കയ്യിൽ കയറി പിടിച്ചു. പിന്നെ അടുത്തേക്ക് വലിച്ചു. നന്ദു ആകെ വിയർത്തു കുളിച്ചു. അപ്പോഴേക്കും എങ്ങോട്ടാ എൻ്റെ നന്ദൂട്ടി ഓടുന്നത്? അവൻ അവളെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്തു പറഞ്ഞു. വിട് എന്നെ വിട്. നന്ദു അവന്റെ കയ്യിൽ നിന്ന് പിടഞ്ഞു. അങ്ങനെ വിടാനല്ലല്ലോ നിന്നെ ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചത്. നിന്നെപ്പോലെ ഒരുത്തിയെ കെട്ടിക്കൂടെ പൊറപ്പിക്കുന്നതിൽ എനിക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേടി മോളെ? അതും പറഞ്ഞു അല്ലു അവളെ ബെഡിലേക്ക് പിടിച്ചു തള്ളി. പെട്ടെന്ന് നന്ദുവിന് അന്ന് രാത്രി നടന്ന സംഭവങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വന്നു. താൻ പ്രതികരിക്കാനാകാതെ തളർന്നുപോയ ആ നിമിഷം. വീണ്ടും അതുപോലെ ഒരു സാഹചര്യം മുന്നിൽ തെളിഞ്ഞു വരുന്നത് പോലെ തോന്നി നന്ദുവിന്. അല്ലു വിജയച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും നന്ദു എഴുന്നേറ്റു. അല്ലുവിന്റെ മുഖം മാറി. അവൻ വല്ലാത്ത ദേഷ്യത്തിൽ നന്ദുവിന്റെ അടുത്തേക്ക് പോയി അവളുടെ മുടിയിൽ പിടിച്ചു അവനോട് ചേർത്ത് നിർത്തി. എവിടേക്കാടി നീ ചാടിപ്പിടിച്ചു പോകുന്നേ? ഇന്ന് നിന്നെ സ്വന്തമാക്കാതെ ഞാൻ വിടില്ല. എന്തായാലും നിന്നെ ഞാൻ ഇറക്കി വിടും. അതിനു മുന്നേ നിന്നെ ഓർക്കുമ്പോൾ മനസ്സിൽ കുളിർ നൽകുന്ന ഒരു ഓർമ്മ വേണ്ടേ എനിക്ക്? അല്ലു ഒരു വല്ലാത്ത ഭാവത്തിൽ അവളോട് ചോദിച്ചുകൊണ്ട് അവളുടെ സാരിയിൽ പിടിച്ചു. അതുവരെ പേടി കൊണ്ട് വിറച്ച നന്ദുവിന്റെ ശരീരം ദേഷ്യം കൊണ്ട് വിറച്ചു. കണ്ണുകൾ ചുവന്നു, മുഖവും ചുവന്നു കയറി. കൈയെടുക്കടാ. നന്ദുവിന്റെ ശബ്ദം കേട്ട് അല്ലുവിന്റെ കൈ നിശ്ചലമായി ഒരു നിമിഷം. ആരെയാടി പുല്ലേ നീ വിരട്ടാൻ നോക്കുന്നേ? അല്ലു ഒരു കാര്യം മനസ്സിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് നടത്തിയിരിക്കും, അല്ലു വീണ്ടും വെല്ലുവിളി പോലെ പറഞ്ഞു. നന്ദു കണ്ണുകൾ മുറുകെ അടച്ചു തുറന്നു. എന്നിട്ട് ബലമായി അവന്റെ കൈയെടുത്തു മാറ്റി. ഡീ! അല്ലു അലറിക്കൊണ്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് പാഞ്ഞു. തൊട്ടുപോകരുത്. ഇനി എന്റെ പ്രതികരണം ഇങ്ങനെയാകില്ല. നന്ദു ദേഷ്യമടക്കി പിടിച്ചു. ആണോ? എന്നാ പിന്നെ എനിക്ക് നിന്റെ പ്രതികരണം നന്നായി തന്നെ അറിയണം. അല്ലു അതും പറഞ്ഞ് നന്ദുവിന്റെ മാറിൽ നിന്ന് സാരി വലിച്ചു. നന്ദു കൈവീശി അല്ലുവിന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. നന്ദുവിന്റെ കൈ നിവർത്തിയുള്ള അടി പ്രതീക്ഷിക്കാത്തത് കൊണ്ടാകും അല്ലു താഴേക്ക് വീണുപോയി. ഡീ! നീ എന്നെ തല്ലിയല്ലേ? അല്ലു ചീറിക്കൊണ്ട് നന്ദുവിന്റെ അടുത്തേക്ക് പാഞ്ഞു. ഇനി എന്റെ അനുവാദമില്ലാതെ എന്റെ ശരീരത്തിൽ തൊട്ടാൽ അലോക് ജീവനോടെ ഈ മുറിക്ക് പുറത്തു പോകില്ല. നിന്നെപ്പോലെ ഒരുത്തനെ കൊന്നു ജയിലിൽ പോയി കിടക്കാനും എനിക്കൊരു മടിയുമില്ല. അവളുടെ വാക്കുകൾക്ക് അത്രയേറെ മൂർച്ചയുണ്ടായിരുന്നു. നോട്ടത്തിലെ തീഷ്ണത അവനെ നിശബ്ദനാക്കി. നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയ്ക്കും അനിയത്തിക്കും ബന്ധുക്കൾക്കും എൻ്റെ ഈ തടി ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് ഞാൻ കണ്ണിലെ കരടാണ്. പക്ഷേ എൻ്റെ ഈ തടിച്ച ശരീരത്തെ നിങ്ങളുടെ ഈ കാമ നിറഞ്ഞ കണ്ണിലൂടെ കാണാൻ കുഴപ്പമില്ല. നന്ദു അവനെ നോക്കി ചോദിച്ചു. നീ എൻ്റെ ഭാര്യാപട്ടം കെട്ടി നടന്നു എന്നെ നാറ്റിക്കുമല്ലേ? അപ്പോൾ പിന്നെ നിന്റെ ഈ മാംസപിണ്ഡം പോലെ ഇരിക്കുന്ന ശരീരമെങ്കിലും ഞാൻ സ്വന്തമാക്കണ്ടേടി. വികാരം കൂടുമ്പോൾ നിന്റെ ഈ തടി ഞാൻ മറക്കും ചിലപ്പോൾ. എന്തായാലും നീ ഒരു പെണ്ണല്ലേടി?
ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ആഗ്രഹം തീർത്തു ചവച്ചു തുപ്പി കളയേണ്ട വെറും കറിയേപ്പിലയാടി പുല്ലേ നിന്റെ ഈ ശരീരം. അവൻ്റെ പുച്ഛവും പരിഹാസവും നിറഞ്ഞ വാക്കുകൾ നന്ദുവിനെ ഉടലോടെ കത്തിക്കും പോലെ തോന്നി. നിങ്ങളെക്കുറിച്ച് എനിക്കൊരു മതിപ്പുണ്ടായിരുന്നു, അത് ഈ നിമിഷം തീർന്നു. നിങ്ങളുടെ ഈ താലി ഉണ്ടല്ലോ, ഇപ്പോൾ എനിക്കൊരു ഭാരമായി തോന്നുക. ഛേ, അറപ്പ് തോന്നുക. ഒരു പെണ്ണിൻ്റെ ശരീരത്തെ വെറും കാമക്കണ്ണോടെ നോക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ ഇന്നും ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് ഒന്നിനൊന്ന് പീഡനം കൂടിക്കൂടി വരുന്നത്. നാളെ നിങ്ങൾക്ക് വികാരം വന്ന് മുട്ടി നിന്നാൽ സ്വന്തം പെങ്ങളെയും അമ്മയെയും പിടിച്ച് ഈ കിടക്കയിൽ കിടത്താൻ നോക്കുവോ താൻ? നന്ദു വല്ലാത്ത ദേഷ്യത്തിൽ അവനോട് അലറി. ഡി, എന്ത് യോഗ്യതാടി എൻ്റെ അമ്മയെയും പെങ്ങളെയും പറയാൻ നിനക്കുള്ളത്? അല്ലു അവളുടെ കവിളിൽ പിടിച്ചു ചോദിച്ചു. നന്ദു അവൻ്റെ കൈ ബലമായി എടുത്തു മാറ്റി. അതും പെണ്ണ് തന്നെയല്ലേ, എന്നെപ്പോലെ പെണ്ണ്, നന്ദു പുച്ഛത്തിൽ പറഞ്ഞു. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ചെറ്റയല്ല ഞാൻ, അല്ലു വെല്ലുവിളി പോലെ പറഞ്ഞു. താനല്ലേടോ കുറച്ചു മുന്നേ പറഞ്ഞത് തനിക്ക് വികാരം വന്ന് മുട്ടിയാൽ താൻ എൻ്റെ തടി മറക്കുമെന്ന്. അപ്പോൾ പിന്നെ താൻ അമ്മയും പെങ്ങളുമാണെന്ന് മറക്കും, നന്ദു അവൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു. അളകനന്ദ, അതൊരു അലർച്ചയായിരുന്നു. അലറണ്ട. സ്വന്തം അമ്മയെയും പെങ്ങളെയും പറഞ്ഞപ്പോൾ പൊള്ളുന്നുണ്ടല്ലേ? ഞാനും ഒരു പെണ്ണാണ്. താലി അണിഞ്ഞ പെണ്ണിനെ ബഹുമാനിക്കാൻ അറിയാത്ത അവളുടെ ശരീരം വെറും കാമത്തോടെ നോക്കിയ തന്നോട് ഒന്നും ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. കൈ നിവർത്തി രണ്ടു നല്ലത് തന്നിട്ട് വേണം സംസാരിക്കാൻ. ഒരു കാര്യം ഞാൻ പറയാൻ. ഞാൻ വെറുമൊരു പെണ്ണാണെന്ന് കരുതി തൻ്റെ തീർക്കാൻ എൻ്റെ അടുത്തെങ്ങാനും വന്നാൽ തന്നെ ഇല്ലാതാക്കിയിട്ടേ ഞാൻ ഈ പടിയിറങ്ങും. അലോക് അതോർത്താൽ നല്ലത്. നന്ദുവിൻ്റെ ഓരോ വാക്കിലും നിറഞ്ഞ മൂർച്ച അവനെ കൂടുതൽ ചൊടിപ്പിച്ചു. നീ സൂക്ഷിച്ചോ. ഇതുവരെ ഈ വീട്ടിൽ നീ അനുഭവിച്ചതോ ഇതുവരെ നീ കണ്ട അലോകോ ആകില്ല ഇനി. എൻ്റെ ഈ കവിളിൽ തല്ലിയ കൈകൊണ്ട് എന്നെ തഴുകുന്ന ദിവസം വരും. നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസം. സൂക്ഷിച്ചോ നീ. ഈ വീട്ടിലെ ഇനിയുള്ള ഓരോ ദിവസവും നിന്റെ മരണത്തിലേക്കുള്ള ദൂരവും കുറയും. അതും പറഞ്ഞ് അല്ലു ദേഷ്യത്തിൽ ഡോർ തുറന്നു പുറത്തേക്ക് പോയി. നന്ദു അവൻ പോയ വഴിയെ ദേഷ്യത്തിൽ നോക്കിയിട്ട് ബെഡിലേക്കിരുന്നു. സാർ, ജാനകി ഭയങ്കര ബഹളമാണെന്ന് പറഞ്ഞ് ദീപ വിളിച്ചു. അഗ്നി ഒരു സ്ക്രിപ്റ്റ് വായിച്ചിരിക്കുമ്പോൾ ആണ് അവൻ്റെ സ്റ്റാഫ് വന്ന് വിവരം പറഞ്ഞത്. തൽക്കാലം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ബ്രേക്ക് എടുത്ത് പോകുന്നതിന് മുമ്പേ അവസാനമായി ചെയ്യാൻ ഉദ്ദേശിച്ച ഫിലിം ഷൂട്ടിംഗ് തുടങ്ങാൻ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ സ്ക്രിപ്റ്റ് ഒന്ന് നോക്കുമ്പോഴാണ് സ്റ്റാഫ് വന്ന് വിവരം പറഞ്ഞത്. കേൾക്കേണ്ട താമസം. അഗ്നി ഫയൽ ടേബിൾ വെച്ചിട്ട് വേഗം ഔട്ട് ഹൗസിൽ നിന്ന് വീട്ടിലേക്ക് പോയി. അവൻ അകത്തേക്ക് പോകുമ്പോൾ കണ്ടു വാശിയിലുള്ള കരച്ചിലിൻ്റെ ഭാഗമായി മുഖമൊക്കെ ചുമപ്പിച്ചു നിൽക്കുന്ന തൻ്റെ കുഞ്ഞു പെണ്ണിനെ. അവൾക്ക് ചുറ്റിലും ഒരുപാട് ചില്ലുപാത്രങ്ങളും മറ്റും വീണുടഞ്ഞു കിടപ്പുണ്ട്. വീണ്ടും എന്തോ എടുത്ത് എറിയാൻ കയ്യിലെടുത്തതും അഗ്നിയുടെ വിളി അവിടെ മുഴങ്ങി. ജാനകി! അവൻ്റെ വിളി കേട്ടതും അവൾ കയ്യിലിരുന്ന സാധനം ടേബിളിൽ വെച്ചു. അഗ്നി അവളുടെ അടുത്തേക്ക് പോയി. ജാനകി, എന്താ ഇത്? അച്ഛൻ പറഞ്ഞിട്ടില്ലേ വാശി കാണിക്കരുതെന്ന്? എന്താ പ്രശ്നം? അഗ്നി ചോദിച്ചു. എനിക്ക് അമ്മയില്ല, അമ്മ മരിച്ചുവെന്ന് പറഞ്ഞു. എൻ്റെ കവിളിൽ കുത്തി. ജാനകി ദീപയെ ചൂണ്ടി പറഞ്ഞു. അഗ്നി അവളെ നോക്കി. സാർ, ഞാൻ എന്തോ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു കളിക്ക് കവിളിൽ കുത്തി ഇങ്ങനെ. ദീപ അവൻ്റെ നോട്ടം താങ്ങാനാകാതെ പറഞ്ഞു. സാം, അവൻ്റെ സെക്രട്ടറിയാണ് സാം. സാർ, 5 മിനിറ്റ്, അതിനുള്ളിൽ ഇവൾ ഇവിടെ നിന്ന് പോയിരിക്കണം. സെറ്റിൽമെൻ്റ് എല്ലാം പെട്ടെന്നായിരിക്കണം. അഗ്നി അതും പറഞ്ഞ് മുറിയിലേക്ക് പോകാൻ തുടങ്ങി. സാർ, അഗ്നി അവളെ തറപ്പിച്ചു നോക്കി. അഗ്നിക്ക് ഒരു തന്തയേ ഉള്ളൂ, അതുപോലെ ഒരു വാക്കും. സ്ക്രീനിൽ കാണുന്ന ചോക്ലേറ്റ് ഹീറോ അല്ല ഞാൻ. ഗെറ്റ് ഔട്ട്. അത്രയും പറഞ്ഞ് കയറിപ്പോയി. ഇതെല്ലാം കണ്ടു 3 സെർവൻസ് കിച്ചൺ സൈഡിൽ നിൽപ്പുണ്ട്. സാം അവരെ ഒന്ന് നോക്കി. നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവർ വേഗം വന്ന് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അതിനു മുന്നേ തന്നെ അവർ ദീപയുടെ സാധനങ്ങൾ അവളെ ഏൽപ്പിച്ചു. സാർ, ഒരു കാര്യം അറിയാമുണ്ട്. പോക്കു മുന്നേ ദീപ സാമിൻ്റെ അടുത്തേക്ക് പോയി പറഞ്ഞു. എന്താ? ഈ അഗ്നി സാറിൻ്റെ വൈഫ്? അവൾ സംശയത്തോടെ ചോദിച്ചു. ജേർണലിസ്റ്റ് ദീപിക നമ്പ്യാർക്ക് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ അതിനുത്തരം? പിറകിൽ നിന്ന് അഗ്നിയുടെ ശബ്ദം കേട്ട് ദീപ അവനെ നോക്കി.